ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ മാത്രമല്ല, ഇത് ആ വ്യക്തി ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ബ്രീഡർമാരെ കയ്യിൽ നിന്ന് ഇവർ വില കുറച്ചിട്ട് സാധനം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ബ്രീഡർമാരെ കൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് സാധനം അയപ്പിച്ച് തരിക. അത് മറ്റേ പൈസ കാര്യങ്ങൾ മേടിക്കലും ഇടപാടുകളൊക്കെ അവർ തമ്മിൽ ചെറിയ വളരെ തുച്ഛം പൈസയ്ക്ക് മേടിച്ചിട്ട് നമുക്ക് നല്ല റേറ്റിന് നമ്മളെ ജാമാക്കുന്ന പരിപാടിയാണത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കൺഫേം ആക്കുക. ഞാൻ ആ ആളുടെ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ID മെൻഷൻ ചെയ്യുന്നുണ്ട്. ID മെൻഷൻ ചെയ്യുകയെന്ന് പറയുമ്പോൾ ID നാളെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാനത് വേറെ ആൾ കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ആൾ ഇപ്പോൾ ഈ പറഞ്ഞ എന്നെ പറ്റിച്ചവന് നാട്ടിലില്ല അത്രേ. അവൻ ബാംഗ്ലൂർ എവിടെയെന്നാണ് പറഞ്ഞത്. അവൻ ഇതുപോലെ ബ്രീഡർമാരോട് വിളിച്ചിട്ട് എനിക്ക് ഇത്ര പീസ് വേണമെന്ന് പറയാം, എന്നിട്ട് ക്യാഷ് കാര്യങ്ങൾ കൊടുക്കുക, എന്നിട്ട് അവർ കൊടുക്കുന്ന അഡ്രസ്സിൽ സാധനം നമുക്ക് അയച്ചു തരിക. അതാണ് ഈ പരിപാടി. അപ്പോൾ ഇതിൻ്റെ ഇടനിലക്കാരനായി നിന്നിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അവൻ നമ്പർ ബ്ലോക്ക് ചെയ്ത് പോയാലോ നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോയാലോ ഈ ബ്രീഡറുമായിട്ട് നമ്മൾ കണക്റ്റ് ആവണില്ല. ആ ബ്രീഡർ ആരാത് പോലും നമുക്കറിയില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരുത്തനാണ് നമ്മളെ പഠിച്ചത്. ഇത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാളെ രണ്ടാളെന്നല്ല, എനിക്ക് ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പെടാതിരിക്കുക. ഞാൻ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ വീഡിയോ കൊണ്ട്, അല്ലാതെ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. കണ്ടൻറ്റിൻ്റെ ക്ഷാമം ഉണ്ടായതുകൊണ്ടൊന്നുമല്ല. കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മളിങ്ങനെ പറ്റിക്കപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ് ഞാനത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം മാത്രമല്ല, അത് എടാ ചെറിയ ചെറിയ കുട്ടികളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ഇതാണ് പോക്കറ്റ് മണി കിട്ടുന്ന ക്യാഷ് ഇട്ടാണ് ഇതുപോലെ മീൻ മേടിക്കാറ്. എന്തൊരു അവസ്ഥകൾ ആലോചിച്ച് നോക്കി. നമ്മളെ സംബന്ധിച്ചിട്ട് പിന്നെ പോട്ടെ എന്നൊക്കെ നമുക്കത് ക്ഷമിക്കാം. ഇത് ആ കുട്ടികളുടെയൊക്കെ മൈൻഡിൽ ഇതാണ് ഇങ്ങനെ കയറിയുണ്ട് വെച്ചാൽ നമ്മളെ ചതിക്കപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥ എന്ന് വെച്ചാൽ കാലാകാലം ഒരാളെ അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. ഇത് വല്ലാത്തൊരു കഥയാണ്. നമുക്കുണ്ടാവുന്നൊരവസ്ഥ വേറെ ആൾക്ക് ഉണ്ടാവരുത്.